കൊല്ലം തേവലക്കരയിലെ സ്കൂളിലുണ്ടായ ദാരുണ സംഭവത്തെക്കുറിച്ച് തന്നെയാണ് ഇന്ന് ന്യൂസ് ഡീകോഡ് ആദ്യമായി പരിശോധിക്കുന്നത്. നമ്മുടെ കുട്ടികൾ ഒരുപക്ഷെ വീട്ടിലിരിക്കുന്നത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഇടമാണ് സ്കൂൾ. പഠിക്കുന്നതും കളിക്കുന്നതും വളരുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതുമൊക്കെ സ്കൂളുകളിൽ വെച്ചാണ്. വീട് പോലെ തന്നെ സുരക്ഷിതമായിരിക്കും എന്ന് വിശ്വസിച്ച് തന്നെയാണ് ഓരോ മാതാപിതാക്കളും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത്. എന്നാൽ നമ്മുടെ കുട്ടികൾ ക്ലാസ് മുറികളിലും പുറത്തുമൊക്കെ എത്രത്തോളം സുരക്ഷിതരാണ് എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. അതിന് കാരണമായത് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുന്റെ മരണമാണ്. മിഥുൻ സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മരിക്കാനിടയായതിന്റെ ഞെട്ടലിലും വേദനയിലും തന്നെയാണ് കേരളം ഒന്നാകെ. സ്കൂളിൽ കൂട്ടുകാരുമൊത്ത് കളിക്കുന്നതിനിടെയാണ് മിഥുന് ഇങ്ങനെയൊരു ദാരുണ അപകടത്തിന് ഇരയാകേണ്ടി വന്നത്. സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് സർക്കാർ പ്രധാന അധ്യാപകർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. എന്നാൽ അതൊന്നും പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് മാത്രം ആരും പരിശോധിക്കാറില്ല. ആരാണ് ഇതിന്റെ ഉത്തരവാദി? സ്കൂളിലെ പ്രധാന അധ്യാപികയുടെ സസ്പെൻഷനിൽ മാത്രം ഒതുങ്ങിയാൽ മതിയോ നടപടി? ഒരപകടമോ മരണമോ മാത്രം ഉണ്ടാകുമ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുന്ന അധികാരികൾ ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടിയാണ് എടുക്കുക? സാധാരണ കുടുംബമാണ് മിഥുന്റേത്. 2 മക്കളെയും പഠിപ്പിച്ച ഒരു നിലയിലെത്തിക്കാൻ വേണ്ടിയാണ് മിഥുന്റെ അമ്മ സുജ വിദേശത്തേക്ക് പോയത്. മിഥുനെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ആ മാതാപിതാക്കൾക്കും ഉണ്ടായിട്ടുണ്ടാകും. അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ടാണ് ഇല്ലാതായിരിക്കുന്നത്. വിദേശത്തുള്ള മിഥുന്റെ അമ്മ എത്തിയതിന് പിന്നാലെയാകും നാളെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് അറിയുന്നത്. പുതിയ വിവരങ്ങളുമായി ലിജോ റോളൻസ് ആണ് കൊല്ലം തേവലക്കരയിൽ നിന്ന് ചേരുന്നത്. ലിജോ, നാളെ എത്ര മണിയോടെ മിഥുന്റെ അമ്മ ഇവിടെ എത്തിച്ചേരും? എങ്ങനെയാണ് പൊതുദർശനവും അതുപോലെ തന്നെ സംസ്കാര ചടങ്ങുകളുമൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്? ദിവ്യ, തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള മിഥുൻ ഷോക്കേറ്റ് മരിച്ചിട്ട് ഇന്ന് 2ാം ദിവസമാവുകയാണ്. നാളെ ഉച്ചയോടുകൂടെയായിരിക്കും അമ്മ വീട്ടിലെത്തിച്ചേരുക. രാവിലെ 9 മണിയോടുകൂടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കുവൈറ്റിൽ നിന്നും എത്തിച്ചേരും. അവിടെ നിന്നും റോഡ് മാർഗമായിരിക്കും കൊല്ലത്തെ വീട്ടിലേക്ക് എത്തിച്ചേരുക. അതിനുശേഷം നാളെയുള്ള ക്രമീകരണങ്ങൾ എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ 12 മണി വരെയാണ് സ്കൂളിൽ, അതായത് മിഥുൻ ഷോക്കേറ്റ് മരണം സംഭവിച്ച സ്കൂളിലെ പൊതുദർശനം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ 12 മണി വരെയാണ്. വലിയ രീതിയിലുള്ള ഒരു ജനസാഗരത്തെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്കൂളിലെ വിദ്യാർത്ഥികൾ, അതായത് ബോയ്സ് സ്കൂളിലാകട്ടെ ഏകദേശം 600ഓളം വിദ്യാർത്ഥികളും ഗേൾസ് സ്കൂളിൽ 700-നടുത്തുള്ള വിദ്യാർത്ഥികളും ഉള്ള ഒരു സ്കൂളാണ്. അപ്പോൾ അത്രയും ഒരു വിദ്യാർത്ഥികളുണ്ടാകും, അധ്യാപകരുണ്ടാകും, രക്ഷകർത്താക്കളുണ്ടാകും. ആ നാടാകെ, അതായത് സ്കൂളിന് സമീപത്തുള്ള ആ നാടാകെ അവിടേക്ക് ഒഴുകിയെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന മൃതദേഹം 5 മണിയോടുകൂടെ വീട്ടുവളപ്പിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനും വീട്ടിലും വലിയ രീതിയിലുള്ള ആളുകളെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് പോകുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം രാവിലെ സ്കൂളിൽ സന്തോഷത്തോടുകൂടെ വന്ന ഒരു 8ാം ക്ലാസ്സുകാരനായിട്ടുള്ള 13 വയസ്സുകാരനായിട്ടുള്ള മിഥുന് പക്ഷേ തിരികെ പോകാൻ കഴിയാതെ വന്നു. വീട്ടുകാരോടൊക്കെ തനിക്ക് വേണ്ടുന്ന ഇഷ്ടമുള്ള ഭക്ഷണം തയ്യാറാക്കി വയ്ക്കാൻ പറഞ്ഞിട്ട് വന്ന മിഥുന് പക്ഷേ തിരിച്ചവിടേക്ക് പോകാൻ പറ്റുന്നത് ഒരു അതായത് ജീവനില്ലാത്ത ഒരു ശരീരമാണ് എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. ഈ പല കാര്യങ്ങൾ ഇത്തരത്തിൽ പറയുന്നു. നാളത്തെ ചടങ്ങുകളുടെ ഒരു ക്രമീകരണം ഈ രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലിജോ, നിലവിലിപ്പോൾ സ്കൂളിലെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ നടപടിയിൽ മാത്രം ഒതുങ്ങുമോ? വരും ദിവസങ്ങളിൽ വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തുനിന്ന്, KSEBയുടെ ഭാഗത്തുനിന്നൊക്കെ വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ തുടർ നടപടികൾ എത്രത്തോളം പ്രതീക്ഷിക്കേണ്ടതുണ്ട്? ഈ മിഥുന്റെ മരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് വന്ന പല ആളുകളും പറഞ്ഞതുപോലെ തന്നെ ഇത് വെറും ഒരു അസ്വാഭാവിക മരണമെന്ന് മാത്രം പറയാനായിട്ട് കഴിയില്ല. ഇത് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കാര്യമായിരുന്നു എന്നുള്ളത് തന്നെയാണ് പല നേതാക്കളും. ഒപ്പം തന്നെ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പോലും അവിടേക്ക് വരുന്ന സമയത്ത് പറയാതെ പറഞ്ഞൊരു കാര്യം അത് തന്നെയാണ്. പലതരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയതായി അറിഞ്ഞൊരു വിവരം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതായത് പ്രഥമ അധ്യാപികയായിട്ടുള്ള സുജയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് സ്കൂൾ മാനേജർ തന്നെ ഇറക്കിയിരിക്കുന്നു. അതായത് വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ ദിവസം തന്നെ നിർദ്ദേശം നൽകിയതാണ് ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്യണം എന്നുള്ള നിർദ്ദേശം നൽകി. ഇന്നിപ്പോൾ സസ്പെൻഷൻ ഉത്തരവ് വന്നിരിക്കുകയും ചെയ്യുന്നു. പകരം ഒരു അധ്യാപികയ്ക്ക് ചുമതല നൽകിയിരിക്കുന്നു. ഒരു വശത്ത് ഒരു മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് നടപടി എടുത്തോ എന്ന് ചോദിച്ചാൽ ഒരു നടപടി എടുത്തിരിക്കുന്നു. പക്ഷേ അത് മാത്രം മതിയാകില്ല. കാരണം 3 തലത്തിലുള്ള അന്വേഷണങ്ങളാണ് നിലവിൽ
നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, പോലീസിന്റെ ഭാഗത്തു നിന്നും കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. രണ്ട്, വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണം നടക്കുന്നു. മൂന്നാമതായി KSEBയുടെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായാണ് AEOയും DEOയും സ്ഥലത്തെത്തി പരിശോധന നടത്തി. അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രഥമ അധ്യാപികയ്ക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച വന്നുവെന്ന് കണ്ടെത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയിരിക്കുന്നത്. KSEBയുടെ ഭാഗത്തു നിന്നുള്ള പരിശോധനകൾ നടന്നു വരുന്നു. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സ്ഥലത്തെത്തി ആ കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുകയും ചെയ്യുന്നു. പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ മറ്റ് ചിലരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ നാളത്തെ ഈ സംസ്കാരം കൂടെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും വിശദമായൊരു മൊഴി രേഖപ്പെടുത്തുകയും ഈ കേസിന് വേണ്ടുന്ന ആൾട്ടറേഷൻസ് വരുത്തുകയും ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷേ അവിടെ മൂന്നിടത്തും മാത്രം നിന്നാൽ മതി എന്നുള്ള ഒരു പ്രധാന ചോദ്യം കൂടെ ഉയർന്നു വരുന്നുണ്ട്. കാരണം ആ സ്കൂളിലെ എല്ലാ കെട്ടിടങ്ങൾക്കും ഫിറ്റ്നസ് നൽകിയിരിക്കുകയാണ്. ഈ മൈനാഗപ്പള്ളി പഞ്ചായത്തിലെ ഈ കെട്ടിടങ്ങളുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് ഇതിനെല്ലാം ഫിറ്റ്നസ് നൽകിയിരിക്കുന്നത്. അതായത് ഒരു തരത്തിലുള്ള കേടുപാടുകളും ഒരു ബിൽഡിങ്ങിനും ഇല്ല. എല്ലാം പൂർണ്ണമായിട്ട് ഫിറ്റാണ്. അവിടെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യം പോലും ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ടുള്ള കെട്ടിടങ്ങൾ എന്നാണ് പറഞ്ഞത്. അത്തരത്തിലൊരു കെട്ടിടത്തിൻ്റെ അതായത് പൊളിഞ്ഞു മാറിയ ഒരു തടിയുടെ മറ മാറ്റിക്കൊണ്ടാണ് ആ 13 വയസ്സുകാരൻ ആ ഷീറ്റിലേക്ക് കയറുകയും അവിടെ വെച്ച് ഷോക്കേറ്റ് മരിക്കുകയും ചെയ്തത്. ഇന്ന് അതായത് മന്ത്രി ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യമുണ്ട്, വീഴ്ച പറ്റിയിട്ടുണ്ട്, അതിൽ നടപടി ഉണ്ടാകും. മാത്രമല്ല ഈ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആ ചുറ്റുമൊക്കെ നടന്നു പോകുന്ന സമയത്ത് തന്നെ വൈദ്യുതി വകുപ്പിന്റെ വലിയ വീഴ്ചകളാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അതായത് ആ KSEB ലൈൻ വരുന്ന ഭാഗത്തെല്ലാം മരമെല്ലാം ആ കമ്പിയിൽ തട്ടി നിന്നിട്ട് പോലും അവിടെ കൃത്യമായിട്ട് അതിനെ മുറിച്ചു മാറ്റുന്നതിന് ഒരു നടപടി സ്വീകരിച്ചില്ല. സുരക്ഷാ യോഗം ചേർന്ന സമയത്തെല്ലാം ഈ കാര്യങ്ങൾക്ക് അറിയിച്ചതായി സ്കൂൾ അധികൃതർ പറയുന്നു, KSEBക്കാർ പറയുന്നു അത് അറിയിച്ചില്ല. അപ്പോൾ ഒരു കുഞ്ഞിന്റെ ജീവൻ വെച്ച് ഇപ്പോഴും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് എന്റെ ഭാഗത്തല്ല തെറ്റ് അല്ലെങ്കിൽ KSEBയുടെ ഭാഗത്തല്ല തെറ്റെന്നൊക്കെ പറയുമ്പോൾ പോലും അവിടെ മാത്രം നിൽക്കാതെ ആ പ്രധാന അധ്യാപികയിൽ മാത്രം നിൽക്കാതെ ആരൊക്കെയാണ് ഇതിന് ഉത്തരവാദികൾ? എന്തായാലും അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർക്ക് ആ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അപ്പോൾ ഈ നടപടി അവിടെ മാത്രം ഒതുക്കിക്കൊണ്ട് തീർക്കാതെ നടപടി ശക്തമായി മുന്നിലേക്ക് പോയി ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഒപ്പം തന്നെ ആ കുടുംബത്തിന് വേണ്ടുന്ന സംരക്ഷണം ഒരുക്കണം എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ഒരു ആവശ്യം. അത് ആ കുടുംബത്തിന് ഏറ്റവും അത്യാവശ്യവുമാണ്. യെസ്, ലിജോ പറഞ്ഞതുപോലെ തന്നെ സസ്പെൻഷൻ, പ്രധാന അധ്യാപികയുടെ സസ്പെൻഷനിൽ മാത്രം നടപടി ഒതുങ്ങിയാൽ പോരാ. വീഴ്ചകൾ പല തലങ്ങളിൽ പലരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ അത്തരം നടപടിയിലേക്ക് കൂടി കടക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കഴിഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ സ്കൂളിലേക്ക് പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സ്കൂളിലേക്ക് നടത്തിയിരുന്നു. വരും ദിവസങ്ങളിലും അത് ഉണ്ടാകും എന്നത് ഉറപ്പ് തന്നെയാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇന്നലെ രാവിലെയാണ് മിഥുൻ അപകടത്തിൽപ്പെടുന്നത്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചത്? ആരാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്? വെറും സ്കൂളിന്റെ മാത്രം ബാധ്യതയായിരുന്നു അവിടെ സുരക്ഷ ഒരുക്കേണ്ടത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ അവശേഷിക്കുന്നുണ്ട്. തീർച്ചയായും നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, അനാസ്ഥയുടെ ഇരയായി മാറുകയാണ് മിഥുൻ ചെയ്തിട്ടുള്ളത് എന്നതാണ്. മിഥുന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അധികാരികളുടെ അനാസ്ഥയും അതുപോലെ തന്നെ അവരുടെ ശ്രദ്ധയില്ലായ്മയും അശ്രദ്ധയും ജാഗ്രതയില്ലായ്മയും എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ, പല കാര്യങ്ങൾ അവിടെ വലിയ രീതിയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ അവിടെ നേരിടേണ്ടി വന്നിരുന്നു. അതിലൊക്കെ ഒരു ശ്രദ്ധ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ അപകടം, അതായത് ഇന്നലെ ഉണ്ടായ അപകടം നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നത് തന്നെയായിരുന്നു. നമുക്ക് നോക്കാം എന്താണ് ഇന്നലെ സംഭവിച്ചത്, എന്താണ് ഇത്രയധികം കേരളത്തെ ഒന്നാകെ വിഷമത്തിലാഴ്ത്തിയ, സങ്കടത്തിലാഴ്ത്തിയ അപകടത്തിലേക്ക് നയിച്ചത് എന്നതാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കാൻ പോകുന്നത്. പ്രധാനമായി 2 കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തേത് ആ കെട്ടിടത്തോട് ചേർന്നുള്ള ഷെഡായിരുന്നു. അവിടെ സ്കൂളിലേക്ക് വരുന്ന കുട്ടികളുടെ സൈക്കിൾ സൂക്ഷിക്കാൻ വേണ്ടി അവിടെ ഒരു സൈക്കിൾ ഷെഡ് അവിടെ ഉണ്ടാക്കിയിരുന്നു. അത് ഏതാണ്ട് കഴിഞ്ഞ ഒരു 9 വർഷത്തിലധികമായി ആ സൈക്കിൾ ഷെഡ് നിർമ്മിച്ചത്. അപ്പോൾ ആ സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് ഇന്നലെ രാവിലെ മിഥുനും കൂട്ടുകാരും കൂടി കളിക്കുമ്പോൾ അവിടെ കളിക്കുന്നതിനിടയിൽ ചെരുപ്പ് ആ ഷെഡിന് മുകളിലേക്ക് വീഴുകയാണ് ഉണ്ടായത്. അപ്പോൾ രാവിലത്തെ സമയമാണ്. സ്കൂളിൽ പ്രധാന അധ്യാപകരോ ആരും തന്നെ എത്തിയിരുന്നില്ല. മറ്റ് ആൾക്കാരും വലിയ രീതിയിൽ കുറവായിരുന്നു. അപ്പോൾ ആ ഷെഡിന് മുകളിലേക്ക് ചെരുപ്പ് വീണപ്പോൾ മിഥുൻ ആ മുകളിലത്തെ സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിലെ ഭാഗത്ത് കയറി ചെന്നുകൊണ്ട് ആ ഷെഡിന് മുകളിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ ഷെഡിന് മുകളിലേക്ക് കയറി അവിടെ നിന്നുള്ള ചെരുപ്പ് എടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. രണ്ടാമത്തെ പ്രധാന കാരണം ആ ഷെഡിനോട് ചേർന്ന്, അതായത് താഴ്ന്നു കിടക്കുന്ന ആ വൈദ്യുതി ലൈൻ തന്നെയാണ്. ആ ഷെഡിന് മുകളിൽ കയറി ആ ചെരുപ്പ് എടുക്കുന്നതിനിടെ കാല് സ്ലിപ്പായപ്പോൾ
മിഥുൻ ചെന്നു പിടിച്ചത് ആ വൈദ്യുതി ലൈനിലായിരുന്നു. ഉടൻ തന്നെ മിഥുന് ഷോക്ക് കേൾക്കുകയും പിന്നീട് ആ വൈദ്യുതി ലൈനിന് മുകളിലേക്ക് തന്നെ മറിഞ്ഞ് ബോധം കെട്ട് മറിഞ്ഞു വീഴുന്നതുമാണ് കണ്ടത്. ഉടൻ തന്നെ ആളുകളൊക്കെ എത്തി ലൈനിൽ കറന്റ് ഓഫ് ചെയ്തുകൊണ്ട് മിഥുനൊക്കെ രക്ഷിക്കാൻ ശ്രമിച്ചു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി, പക്ഷേ ജീവൻ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ നോക്കൂ, ഈ രണ്ട് കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ദാരുണ സംഭവം ഒഴിവാക്കാമായിരുന്നു. ഒന്ന്, ആ ഷെഡ് തന്നെയാണ്. ആ സൈക്കിൾ ഷെഡ് അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ അപകടം ഉണ്ടാവുകയില്ലായിരുന്നു. മിഥുൻ ആ ഷെഡിന് മുകളിൽ കയറി ഈ ഒരു അപകടത്തിലേക്ക് ചെന്ന് വീടില്ലായിരുന്നു. രണ്ടാമത്തേത് ആ വൈദ്യുതി ലൈൻ തന്നെയാണ്. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല എങ്കിൽ നമുക്ക് ഈ അപകടം ഉണ്ടാകുമായിരുന്നില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയേണ്ടി വരും. രണ്ടാമത്തേത്, ആർക്കൊക്കെയാണ് വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളത്? ഇപ്പോൾ നമുക്കറിയാം, KSEBയുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, സ്കൂൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്, തദ്ദേശ സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. നമുക്ക് ഓരോ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള വീഴ്ച നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിൽ ആദ്യം പരിശോധിക്കേണ്ടത് സ്കൂൾ അധികാരികളുടെ ഭാഗത്തു നിന്ന്, പ്രധാന അധ്യാപികയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ തന്നെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കറിയാം, ഓരോ അധ്യയന വർഷം ആരംഭിക്കുമ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളിലെ പ്രധാന അധ്യാപകർക്ക് ഒരു മാർഗനിർദ്ദേശം നൽകും. എന്തൊക്കെയാണ് സ്കൂൾ തുറക്കുമ്പോൾ പാലിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഉറപ്പുവരുത്തണം, കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതൊക്കെ ചൂണ്ടിക്കാട്ടിയുള്ള ഒരു മാർഗനിർദ്ദേശം എല്ലാ വർഷവും പുറത്തിറക്കാറുണ്ട്. അപ്പോൾ ആ മാർഗനിർദ്ദേശം ഒന്നും തന്നെ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയേണ്ടി വരും. കാരണം ഇത്രയധികം വലിയ സുരക്ഷാ പ്രശ്നം അവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് പ്രധാന അധ്യാപകരുടെ ആരുടെയും ഭാഗത്തേക്ക് ഈ ഒരു ശ്രദ്ധ പോയില്ല? ഇങ്ങനെ ഒരു വൈദ്യുതി ലൈൻ അവിടെ താഴ്ന്നു കിടക്കുന്നതും അല്ലെങ്കിൽ ഈ തകര ഷെഡിന് സമീപത്തായ വൈദ്യുതി ലൈൻ നിൽക്കുന്നത്, നോക്കൂ, ഒരു അതിശക്തമായ കാറ്റോ മഴയൊക്കെ ഉണ്ടാവുകയും ഈ വൈദ്യുതി ലൈൻ ഒന്ന് താഴ്ന്ന ആ തകര ഷെഡിനോട് ചേർന്ന് ഒന്ന് ടച്ച് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായാൽ അവിടെ താഴെ നിൽക്കുന്ന കുട്ടികൾക്ക് പോലും ഷോക്ക് കേൾക്കുന്ന അത്രയധികം വലിയ ഒരു ദുരന്തം തന്നെ സംഭവിക്കാനുള്ള സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അതൊന്നും ഉണ്ടായില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ എന്തുകൊണ്ട് ഇത് സ്കൂളിലെ അധ്യാപകരുടെ ആരുടെയും ശ്രദ്ധയിൽ വന്നില്ല, അവിടെയുള്ള മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽ വന്നില്ല, PTA ശ്രദ്ധയിൽ വന്നില്ല എന്ന തരത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ചയായി തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി വരും. വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ മാർഗനിർദ്ദേശം അവിടെ നടപ്പായിട്ടില്ല, അത് നടപ്പാക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടില്ല. രണ്ടാമത്തേത്, അവിടെ ഉണ്ടായിട്ടുള്ള സൈക്കിൾ ഷെഡ്, അത് 10 വർഷമായി അവിടെ സ്ഥാപിച്ചിട്ട് ആ സൈക്കിൾ ഷെഡ് സ്ഥാപിക്കുമ്പോൾ അതിന് തൊട്ടുമുകളിൽ ആ വൈദ്യുതി ലൈൻ ഉള്ളത്, അത് നിർമ്മിക്കുന്നവർക്ക് ഉറപ്പായും അത് അവരുടെ ശ്രദ്ധയിൽ വരേണ്ടതാണ്. അപ്പോൾ അത് അനുമതിയില്ലാതെ KSEBയിൽ അതിനുള്ള അനുമതി ചോദിക്കുകയോ അപേക്ഷ നൽകുകയോ അനുമതി ഇല്ലാതെയാണ് അവിടെ അങ്ങനെ ഒരു ഷെഡ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനുമതിയില്ലാതെ ആരാണ് അവിടെ തകര ഷെഡ് അല്ലെങ്കിൽ സൈക്കിൾ ഷെഡ് നിർമ്മിക്കാൻ അനുമതി നൽകിയത്? ആരുടെ നിർദ്ദേശമായിരുന്നു? അത് ആരുടെ തീരുമാനമായിരുന്നു എന്നതിന് നമുക്ക് മറുപടി ലഭിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ മാർഗനിർദ്ദേശവും അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നതുകൂടിയാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഇനി അടുത്തത്, ഈ രീതിയിലുള്ള വലിയ വീഴ്ച സ്കൂൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് ഇപ്പോൾ പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ വന്നിട്ടുള്ളത്. പക്ഷേ പ്രധാന അധ്യാപികയിൽ മാത്രം ഒതുങ്ങിയാൽ മതിയോ? കാരണം മാനേജ്മെന്റിന് കൂടി വലിയ ഉത്തരവാദിത്വം ഇക്കാര്യത്തിലുണ്ട്, സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിലുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടി നടപടി പോകേണ്ടതുണ്ട് എന്നതുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി KSEBയുടെ ഭാഗത്തുനിന്ന് എത്രത്തോളം വീഴ്ച വന്നിട്ടുണ്ട് എന്ന് നോക്കാം. കൃത്യമായ ഇടവേളകളിൽ സുരക്ഷാ ഓഡിറ്റ് KSEB ഉദ്യോഗസ്ഥർ നടത്തണം എന്ന നിർദ്ദേശമുണ്ട്. അപ്പോൾ അങ്ങനെയൊരു സുരക്ഷാ ഓഡിറ്റ് ഈ സ്കൂൾ പരിസരത്ത് നടന്നില്ലേ? ഇങ്ങനെയൊരു വൈദ്യുതി ലൈൻ അവിടെ താഴ്ന്നു കിടക്കുന്നത് KSEB ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ വന്നില്ലേ? അതോ ശ്രദ്ധയിൽ വന്നിട്ടും ഒരു നടപടി എടുക്കാത്തതാണോ? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ, അങ്ങനെയുള്ള വീഴ്ചകൾ KSEB ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇങ്ങനെയൊരു വൈദ്യുതി ലൈൻ അവിടെ താഴ്ന്നു കിടക്കുന്നത് ശ്രദ്ധയിൽ വന്നിട്ടും എന്തുകൊണ്ടാണ് അത് മാറ്റി സ്ഥാപിക്കാത്തത് എന്ന ചോദ്യം കൂടിയുണ്ട്. ഇക്കാര്യത്തിൽ പറഞ്ഞു കേൾക്കുന്ന വിവരങ്ങൾ പ്രകാരമാണോ എങ്കിൽ ഇത് മാറ്റി സ്ഥാപിക്കാനുള്ള ചർച്ച നേരത്തെ തന്നെ നടന്നിരുന്നു, അങ്ങനെ ഒരു പരാതി ഉയർന്നു വന്നിരുന്നു. അപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് അത് മാറ്റി സ്ഥാപിക്കാനുള്ള സമയം, കുറച്ച് സാവകാശം ചോദിച്ചു എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അതിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇനി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച നോക്കിക്കഴിഞ്ഞാൽ ഓരോ വർഷാവർഷവും സ്കൂളിന്റെ ഫിറ്റ്നസ് പരിശോധിക്കേണ്ട ചുമതല തദ്ദേശ വകുപ്പിന് തന്നെയാണ്. അതായത് ഇവിടെ പഞ്ചായത്തിന്റെ ചുമതല തന്നെയാണ്. അപ്പോൾ ഒരു പഞ്ചായത്തിൽ സ്കൂളിന്റെ ഫിറ്റ്നസുകൾ പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ അത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ചുമതലയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇത്രയധികം സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ആ സ്കൂൾ കെട്ടിടത്തിനകത്തൊക്കെ ഉണ്ടായിട്ടും എങ്ങനെ തദ്ദേശ സ്ഥാപനം ഈ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകി എന്ന ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ അതൊരു തരത്തിലുള്ള പരിശോധനയും നടക്കാതെയാണോ ഇത് ഉണ്ടായിട്ടുള്ളത്? അതോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ശ്രദ്ധയിൽ വന്നിട്ടും അതൊക്കെ കാണാതെ പോവുക അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുകയാണോ ചെയ്തത് എന്ന ചോദ്യം കൂടിയുണ്ട്. ഇനി അടുത്തതായി വളരെ വേഗത്തിൽ പരിശോധിക്കേണ്ടത്, ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഓരോ അക്കാദമിക് ഇയർ തുടങ്ങുമ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പ്രധാന അധ്യാപകർക്ക് നൽകാറുണ്ട്. അത് സ്കൂളിൽ ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങളാണ്.
അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് വളരെ വേഗത്തിൽ നോക്കാം. അതൊരു 10-30-ലധികം മാർഗനിർദ്ദേശങ്ങളുണ്ട്. അത് എല്ലാത്തിലേക്കും പോകുന്നില്ല. പക്ഷേ എങ്കിലും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് എന്തൊക്കെ പ്രധാന മാർഗനിർദ്ദേശങ്ങളാണ് ആ സർക്കുലറിൽ ഉള്ളത് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കണം എന്നത് തന്നെയാണ്. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ ഏതെങ്കിലും കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടെങ്കിൽ അത് അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതെല്ലാം പൂർത്തിയാക്കിയാകണം സ്കൂൾ തുറക്കേണ്ടത്. അത് ദ്രുതഗതിയിൽ തന്നെ പൂർത്തിയാക്കണം എന്ന പ്രധാനപ്പെട്ട ഒരു മാർഗനിർദ്ദേശം സർക്കുലറിൽ ഉണ്ടായിരുന്നു. രണ്ടാമത്തേതുള്ളത് കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് ഉറപ്പാക്കുക എന്ന് തന്നെയാണ്. കാലപ്പഴക്കം ചെന്നതോ അല്ലെങ്കിൽ പൊളിഞ്ഞു വീഴാറായ കെട്ടിടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറ്റിക്കൊണ്ട് നല്ല സുരക്ഷയുള്ള കെട്ടിടങ്ങൾ സ്കൂളുകളിൽ അത്യാവശ്യമാണ്. അത് ഉറപ്പുവരുത്തേണ്ടത് പ്രധാനാധ്യാപകയുടെ ചുമതല തന്നെയാണ്. അപ്പോൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് ഉറപ്പാക്കുക എന്ന ഒരു മാർഗനിർദ്ദേശം കൂടി സർക്കുലറിൽ ഉണ്ടായിരുന്നു. ഇനി അടുത്ത മാർഗനിർദ്ദേശം എന്താണെന്ന് നോക്കിയാൽ അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുക. മരങ്ങളോ മരച്ചില്ലകളോ സ്കൂൾ കെട്ടിടത്തിനോടോ സ്കൂൾ ഗ്രൗണ്ടിലേക്കോ ചാഞ്ഞു കിടക്കുന്നുണ്ട് എങ്കിൽ അത് മുറിച്ചു മാറ്റുക, അത് നീക്കം ചെയ്യണം. കാരണം നമുക്കറിയാം പലപ്പോഴും ഈ അതിശക്തമായ മഴയും കാറ്റുമൊക്കെ ഉള്ള സമയത്ത് മരച്ചില്ലകൾ പൊട്ടി വീണും മരങ്ങൾ കടപുഴകി വീണുമൊക്കെ പല രീതിയിലുള്ള അപകടങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകൾ സ്കൂളുകളിൽ ഒഴിവാക്കുക എന്നത് ലക്ഷ്യമിട്ട് തന്നെയാണ് ഇങ്ങനെയൊരു മാർഗനിർദ്ദേശം സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അത് സാധാരണ ഒട്ടുമിക്ക സ്കൂളുകളിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കാറുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ എങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിച്ചു വരുന്നത് കൂടി നമ്മൾ കാണേണ്ടതാണ്. ഇനി അടുത്ത മാർഗനിർദ്ദേശം എന്താണ് എന്ന് നോക്കിയാൽ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ്, അതായത് സ്കൂൾ ബസ്സുകളുടെ സ്കൂളിലേക്ക് കുട്ടികളെയും കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഉറപ്പാക്കുക എന്ന് തന്നെയാണ്. അത് കൃത്യമായി എല്ലാ വർഷവും നടന്നു വരുന്നത് നമ്മൾ കാണാറുണ്ട്. അതിന്റെ സ്കൂൾ ഡ്രൈവർമാർ തന്നെ വാഹനമൊക്കെ കൊണ്ടുചെന്ന് അതിന്റെ സുരക്ഷാ പരിശോധനയും പുക പരിശോധനയും ഒക്കെ നടത്തിക്കൊണ്ട് അതിന്റെ ഫിറ്റ്നസ് ഉറപ്പാക്കി വരാറുണ്ട്. ഇനി അടുത്തത് എന്താണ് എന്ന് നോക്കിയാൽ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഉറപ്പാക്കുക. മറ്റൊന്നുള്ളത് വെള്ളക്കെട്ടുള്ള ഇടങ്ങൾ ഉണ്ടെങ്കിൽ സ്കൂൾ പരിസരത്തിനോട് ചേർന്ന് സ്കൂൾ ഗ്രൗണ്ടിനോടോ അല്ലെങ്കിൽ സ്കൂളിന്റെ ചുറ്റുവട്ടത്തോ ഒക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ, വലിയ കുഴിയോ അല്ലെങ്കിൽ കുളമോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ കുട്ടികൾ അവിടേക്ക് ചെല്ലാതിരിക്കാൻ അല്ലെങ്കിൽ അവിടെ ചെന്ന് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ അവിടെ ഉറപ്പാക്കേണ്ടതുണ്ട് എന്നൊരു മാർഗനിർദ്ദേശം കൂടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള സർക്കുലറിൽ ഉണ്ട് എന്നതാണ്. ഇനി മറ്റൊന്നുള്ളത് കുടിവെള്ള പരിശോധന ഉറപ്പുവരുത്തുക എന്ന് തന്നെയാണ്. മഴക്കാലമൊക്കെ ആയാൽ പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കാറുണ്ട്. അതുകൊണ്ട് ശുദ്ധമായ കുടിവെള്ളം, അത് കുട്ടികളുടെ ആരോഗ്യം കൂടി കണക്കിലെടുത്താണ് അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കുടിവെള്ള പരിശോധന നടത്തുക എന്നതുകൂടി സർക്കാരിന്റെ സർക്കുലറിൽ ഉണ്ട്. മറ്റൊന്നുള്ളത് നമുക്കറിയാം 2019 എന്ന് തോന്നുന്നു സ്കൂളിൽ വെച്ച് പാമ്പ് കടിയേറ്റ ഒരു വിദ്യാർത്ഥി മരിക്കാനിടയായ സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇങ്ങനെയൊരു മാർഗനിർദ്ദേശം സർക്കാർ നൽകിയിട്ടുള്ളത്. ക്ലാസ് മുറികളിലോ അല്ലെങ്കിൽ സ്കൂളിന്റെ മറ്റ് കോമ്പൗണ്ടിലോ ഒക്കെയായി വലിയ രീതിയിലുള്ള പൊത്തുകളോ മാളങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് പാമ്പുകളൊക്കെ പോയി ചെല്ലാനൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം പരിശോധിക്കണം. അതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മറക്കാനുള്ള ഒരു നടപടികളും കൂടി എടുക്കേണ്ടതുണ്ട് എന്ന നിർദ്ദേശം കൂടി ആ സർക്കുലറിലുണ്ട്. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരുപക്ഷെ കൊല്ലം തേവലക്കരയിൽ നടപ്പാകാതെ പോയിട്ടുള്ളത് ഈ മാർഗനിർദ്ദേശം തന്നെയാണ്. സ്കൂൾ പരിസരത്ത് ഇലക്ട്രിക് ലൈൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോമറുകൾ, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനിടയുള്ള ട്രാൻസ്ഫോമറുകളൊക്കെ സ്കൂൾ കോമ്പൗണ്ടിലോ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ അത് KEB അറിയിക്കണം. അത് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നതുകൂടി ആ സർക്കുലറിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ അത് നടപ്പായിട്ടില്ല. അത് നടപ്പായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു അപകടം അവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്തായാലും എല്ലാ വട്ടവും ഒരു അപകടം ഉണ്ടാകുമ്പോൾ സർക്കാരിന്റെ വിവിധ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാറുണ്ട്. ഇനി ഇങ്ങനെയൊരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ നടപടിയെടുക്കും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതൊന്നും തന്നെ കാണാറില്ല എന്നതാണ്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടാകാതിരിക്കട്ടെ, നമ്മുടെ കുട്ടികൾ നമ്മുടെ സ്കൂളുകളിൽ സുരക്ഷിതരായിരിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. ഇതോടുകൂടി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്തയിലേക്ക്.